രാഷ്ട്രീയ വൃത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് ഇന്നലെയാണ് സർക്കാർ തീരുമാനിച്ചതും ഉത്തരവിറക്കിയതും. ഇത് പലതരത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. മാർഷലെ, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി. രാവിലെ 11 മണിക്ക് തുറന്നുകൊണ്ടിരുന്നത് 10 മണിക്ക് തുറക്കും എന്നുള്ളതാക്കി. അതുപോലെ രാത്രി 11 മണിക്ക് അടയ്ക്കുന്നത് 12 മണി വരെ നീട്ടി. നല്ല തീരുമാനമാണെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞതിനകത്ത് വളരെ ഒരു വലിയ കൗതുകമുണ്ട്. പ്രതിപക്ഷത്തിനും ഈ കാര്യത്തിൽ സമ്മതമാണ്. പ്രതിപക്ഷം വ്യത്യസ്തമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ബാക്കി പറയാമെന്ന്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾക്കും ഇങ്ങനെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേ സ്വരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പൊതുവെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ബാർ മുതലാളിമാരുടെ നിന്ന് പണം വാങ്ങിയിട്ട് സർക്കാർ ഇവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ട്, മദ്യവർജനം പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ കൂടുതൽ ബാറുകൾ തുറക്കുന്നു, ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇത് രണ്ടും ഒന്ന് ഒരു നൈതികമായ ഒരു പ്രശ്നമാണ്, മറ്റൊന്ന് ആരോപണമായിട്ട് ഉന്നയിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എല്ലാ തവണയും ടൂറിസം മേഖലയിലുള്ളവർ എല്ലായ്പ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കൂടുതൽ ഫോറിൻ ലിക്കർ പോളിസി അനുസരിച്ചുള്ള ബാറുകൾ കൂടുതൽ അനുവദിക്കണം, ഞങ്ങളുടെ ഹോട്ടലുകൾക്ക് ഈ അനുമതി തരണം, വിദേശികളും മറ്റുള്ളവരും വരുന്നതാണ്, അവിടെ ഞങ്ങൾക്കിത് അനുവദിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ പല ഗ്രേഡായിട്ട് ഇതിനെല്ലാം തിരിച്ചു. അങ്ങനെ വന്നപ്പോൾ പല സമയങ്ങൾ വന്നു. ഇപ്പോൾ ടൂറിസം മേഖലയിലുള്ള ബാറുകൾക്ക് 12 മണി വരെ പ്രവർത്തിക്കാം. MICE എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടുകൊണ്ട് മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ ഇതൊക്കെ നടത്തുന്ന IT പാർക്കുകൾ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ 3 മണി വരെയും പ്രവർത്തിക്കാം എന്നിങ്ങനെയാണ്. ഇതെല്ലാം വിഭിന്നമായ രീതിയിൽ നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഏകീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം 35 ലക്ഷം രൂപ കിഫ്ത കൊടുക്കുന്നു, വർഷം ഓരോ ബാർ മുതലാളിമാരുടെ നിന്നും വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് ബിസിനസ് നടത്താൻ വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നത്. ഇതിൽ KCBC ആണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉന്നയിക്കുന്നത്. എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, ഈ KCBCക്ക് വേണമെങ്കിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോടൊക്കെ ബാർ, മദ്യവിൽപ്പന, മദ്യവർജനം നിങ്ങൾ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്കാലും ബാറുകളും ലോക്ക് ചെയ്യേണ്ടി വരും. കാരണം അതെല്ലാം നടത്തുന്നത് KCBCയുടെ സമുദായത്തിലുള്ളവർ തന്നെയാണെന്നാണ്. രണ്ട്, ഭൂരിപക്ഷം വരും. UDFന്റെ കൺവീനർ അദ്ദേഹം വരെ ഇതുവരെ ഈ ബാറിൻ്റെ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എതിർപ്പ് ഞാൻ കണ്ടില്ല, എൻ്റെ ശ്രദ്ധയപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇതിനകത്ത് എതിർപ്പുണ്ടാകില്ല. പിന്നെ VD സതീശനോ മറ്റെന്തെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇത് ഇപ്പം തീരുമാനിച്ചതുമല്ല കേട്ടോ. ഇത് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കുറേ നാളുകളായിട്ട് നിവേദനങ്ങൾ വരികയും പരിഗണിക്കാമെന്ന് പറയുകയും ഓരോ ടൂറിസത്തിൻ്റെ ഇത് വരുന്ന സമയത്ത് പറയും. ഇപ്പോൾ ടൂറിസത്തിന് നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് 45,000 കോടി രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. എന്നാൽ മദ്യത്തിന് 19 കിട്ടുന്നുണ്ടെങ്കിലും 19,000 കോടി രൂപ കിട്ടുന്നുണ്ടെങ്കിലും അതിൽ 14,000 കോടി രൂപ കേരളത്തിലേക്ക് വരും. ബാക്കിയെല്ലാം ടാക്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മദ്യ വ്യവസായം എന്ന് പറഞ്ഞാൽ 14 കോടി കിട്ടുന്നു, ടൂറിസം എന്ന് പറഞ്ഞാൽ 45,000 കോടി രൂപ കിട്ടുന്നു. ആ ടൂറിസം വ്യവസായത്തിന് സഹായകരമായ രീതിയിലേക്ക് തീരുമാനമെടുക്കാൻ ഒരു സർക്കാർ തയ്യാറായാൽ അതിനെ എതിർക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അഭിലാഷ്, സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് സ്രോതസ് എന്ന് പറയുന്നത് ഈ അബ്കാരി മുതലാളിമാരാണ്. ഞാൻ 2014-15 കാലഘട്ടത്തിൽ, അന്ന് ഒരു വർഷത്തോളം ഈ ബാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ചർച്ച. അപ്പോൾ ആ സമയത്ത് കേരളത്തിലെ പ്രമുഖരായ ബാർ ഉടമകളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ച് പരിചയമുണ്ട്. അപ്പോൾ അവരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ബാർ ഉടമയുടെ അല്ലെങ്കിൽ ഒരു ബാറിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ശരിക്കും അനുപാതരഹിതമാണ്. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ബാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബാർ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ബാർ നടത്തുന്ന ആളുകൾക്ക് 3 രാഷ്ട്രീയ പാർട്ടിയുടെയും താണല്ലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു റാപ്പോ എന്ന് പറയുന്നത് അനിവാര്യമാണ് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇലക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സമ്മേളനം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ഓരോ പാർട്ടിക്കും സംഭാവന കൊടുക്കാനുള്ള ബാധ്യത വന്നു വീഴുന്നത് ഈ ബാർ മുതലാളിമാരിലാണ്. അപ്പോൾ അവരുടെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് എന്ന വണ്ണമെങ്കിലും, അല്ലെങ്കിൽ ആ തരത്തിൽ, ഞാൻ പറയുന്നത് ഡയറക്റ്റായിട്ട് കോഴ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കുംഭകോണം നടത്തുന്നതോ ഒന്നുമല്ല, സംഭാവന എന്ന രീതിയിൽ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് 3 മുന്നണികൾക്കും ആവശ്യം വരുമല്ലോ. 3 മുന്നണികൾക്ക് ആവശ്യം വരും. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഫണ്ട് സ്രോതസ്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഫണ്ട് സ്രോതസ്സുകൾ ഈ ബാർ മുതലാളിമാരാണ്. അപ്പോൾ അവരുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അത് സർക്കാർ തെരഞ്ഞെടുപ്പിന് 2-3 മാസം മുമ്പ് നിവർത്തിച്ചു കൊടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം. അതിൽ പ്രതിപക്ഷത്തിന് എതിർപ്പില്ല. പ്രതിപക്ഷത്തിൻ്റെ വളരെ ലോലമായ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നേ എന്നൊക്കെയുള്ള നിർദോഷമായ പ്രസ്താവനയ്ക്ക് അപ്പുറത്ത് ഇന്ന് എക്സൈസ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, പ്രതിപക്ഷവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം അനൗദ്യോഗികമായി നടത്തിയിട്ടുണ്ടെന്നാണ്. അവരുമൊക്കെയാണ്. BJPക്കും ഇക്കാര്യത്തിൽ പ്രശ്നമുണ്ടാകാൻ വഴിയില്ല. അതായത് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ എക്കോണമിയിൽ ഈ പറയുന്ന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫണ്ട് ദാതാക്കൾ എന്നുള്ള നിലയിൽ ബാർ മുതലാളിമാർക്ക് ആശ്വാസകരമായി അല്ലെങ്കിൽ അവരെ
സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ബ്രോഡ് കൺസെൻസസ്, ഒരു സമവായം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോർഷൻ. രണ്ടാമത്തേത്, കേരളം പോലൊരു സംസ്ഥാനത്തിൽ ബാറുകൾ 12 മണി വരെ തുറക്കുക എന്നുള്ളതിനെ നമ്മൾ വളരെ മോറലിസ്റ്റിക് ആയിട്ട് എന്തോ ഒരു സദാചാര പ്രശ്നം എന്നുള്ളതിൽ കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ അന്തരീക്ഷം തന്നെ മാറി. നേരത്തെ ഇവിടെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ കേരളം എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള 2 സെക്ടറുകൾ എന്ന് പറയുന്നത് ഒന്ന് IT, 2 ടൂറിസം ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഫറൻസ് ഇതൊരു ഡ്രൈ സ്റ്റേറ്റ് ആണെങ്കിൽ വരുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആകർഷകത്വം സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാത്തൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഇത് മാത്രമല്ല, ഈ ബാറുകളുടെ കൺസെപ്റ്റ് ഒക്കെ മാറി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഈ അടുത്ത് എത്ര റെസ്റ്റോ ബാറുകൾ വന്നു നോക്കൂ, എത്ര ലോഞ്ചുകൾ വന്നു നോക്കൂ. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ മദ്യ വിപണന രംഗത്തെ പ്രമുഖരായ ആളുകൾ തന്നെ അവർ ഈ സംഗതി മാറ്റിപ്പിടിക്കുക. പഴയ പോലെ നേരെ ബാറിൽ ചെല്ലുന്നു, കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് 2 നിൽപ്പനടിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ല. ആ കൾച്ചർ മാറി. ഇപ്പോൾ റെസ്റ്റോ ബാറുകളുടെ കൾച്ചറാണ്. ഈ മദ്യ മുതലാളിമാരുടെ പുതിയ തലമുറക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ IT ബിസിനസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ IT-ലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ അവരുടെ ഒരു പാഷൻ എന്നുള്ള നിലയിൽ ഈ റെസ്റ്റോ ബാറുകൾ, ലോഞ്ചുകളൊക്കെ റൺ ചെയ്യാണ്. അതിലേക്ക് ഒരുപാട് ആളുകൾ, ഫാമിലി, സാധാരണ അതുപോലെ ജോലിക്കാർ, അതായത് സമൂഹത്തിൻ്റെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള ആളുകൾ വരുന്ന. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ 10-20 ആകുമ്പോൾ ലാസ്റ്റ് ഓർഡറാണ് സാറേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടൂറിസം രംഗത്തുള്ളവരാട്ടെ, IT രംഗത്തുള്ളവരാട്ടെ അങ്ങനെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല. അപ്പോൾ 12 മണി വരെ ബാർ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു വലിയ കുഴപ്പമൊന്നും ആയിട്ട് ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൾ എടുക്കേണ്ട തീരുമാനങ്ങളായിരുന്നില്ല എന്ന ഒരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. എനിക്ക് മറ്റേ എന്താണ് 12 മണി വരെ ദീർഘിപ്പിച്ചാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്നോ ആകാശിടിഞ്ഞു വീഴുമെന്നോ അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. അത് ഏറ്റവും തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ മേഖലകളിലെ ആളുകളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും അവസാനം സർക്കാർ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത് വൈകുന്നത് എന്ന് മനസ്സിലാക്കാം. ബാറിൽ കയറി മദ്യപിക്കുന്നതും ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിച്ച് മദ്യപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വില കുറവ്, ഗുണനിലവാരം ഉറപ്പ്. പക്ഷേ എത്ര ബാറിൽ നിന്ന് അളവിൻ്റെ കാര്യത്തിൽ, ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പുണ്ട്? ബാറുകളിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ഒരു പെഗ് റേറ്റ് ആണല്ലോ ബാറുകളിലെ അനുമാനം. തൊട്ടടുത്ത ബാറുകളിൽ ഒരേ മദ്യത്തിന് വ്യത്യസ്തമായ വിലയാണ് ചാർജ് ചെയ്യുന്നത്. അതിന് എന്ത് വ്യവസ്ഥയാണുള്ളത്? ഇപ്പോൾ ഈ വിവേചനം മാറ്റാൻ വേണ്ടി ഇത്തരം ഇടപെടൽ നടത്തുമെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്മാർ വരുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, കൗണ്ടറിൽ വന്ന് നിപ്പനടിച്ച് പോകുന്ന സാധാരണ മനുഷ്യർ, ഗ്രാമീണ മേഖല അടക്കമാണ്. ഇപ്പോൾ ടൂറിസം സെക്ടറിൽ, നമ്മുടെ കോസ്റ്റൽ മേഖലയിലും ഹില്ലി മേഖലയിലും മാത്രമല്ല കൂടുതൽ ബാറുള്ളത്. സാധാരണ മനുഷ്യർക്കിടയിലാണ് കൂടുതൽ ബാറുകൾ. അത്തരം പ്രദേശങ്ങളിലാണ്. അവിടെ ഒരേ സ്ഥാപനത്തിന്, ഒരേ മദ്യത്തിന് പലയിടത്ത് ഒരേ സ്ഥലത്ത് തന്നെ പല സ്റ്റാർ ക്ലാസിഫിക്കേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ ബാറുകളിൽ വില വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണ്, ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ആ വിവേചനം പരിഹരിക്കാൻ എന്തുകൊണ്ട് മദ്യനയത്തിന്റെ ഭാഗമായി സർക്കാർ ഇതുവരെ ഇടപെടുന്നില്ല? വില വ്യത്യാസമല്ല, അത് അവിടെ ചിലവാങ്ങുന്ന ഈ ബ്രാൻഡുകളുടെ വ്യത്യാസമുണ്ട്. ഒരേ ബ്രാൻഡിന് സ്റ്റാർ ഉള്ള ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിൽ വ്യത്യസ്തമായ ഏകീകരണമില്ല. അല്ല, തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊല്ലത്ത് ഒരു നഗരം എടുക്കുക. ആ നഗരത്തിലെ ഒരേ നിലവാരമുള്ള, തറ നിലവാരമുള്ള എന്നാണല്ലോ സാധാരണ പറയുക. അങ്ങനെ കാലിത്തൊഴുത്ത് പോലത്തെ പല ബാറുകളും ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അതിന്റെ ഗുണനിലവാരം ഉയർത്താനും വലിയ ഇടപെടലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ 2 കാര്യമാണ്. ഒന്ന്, ഒരേ സ്ഥലത്ത് ഒരേ നിലവാരമുള്ള ബാറുകളിലെ വില വ്യത്യാസം, അതിൽ എന്തുകൊണ്ട് സർക്കാർ ഇടപെടുന്നില്ല? 2, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ തൊഴിൽ സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അവർക്ക് കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പല ആളുകളുമായി ഞാൻ നേരത്തെ ഇതിന് മുൻപ് സംസാരിച്ചിരുന്നു. 10,000-11,000 രൂപയാണ് ഒരു ബാറിൽ വർഷങ്ങളായി നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. പിന്നെ ടിപ്സായി അവർ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൊടുക്കുന്ന പണമാണ് അവരുടെ അധിക വരുമാനം. അല്ലാതെ അവർക്കൊരു മിനിമം വേജ് സ്കെയിലൊക്കെ എങ്ങനെയാണ് വലിയ ചോദ്യമാണ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇനി മന്ത്രി പറയുന്നതിന്റെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ടൂറിസത്തിന്റെ പേരിലാണല്ലോ കേരളത്തിൽ ഇത്രയും ബാറുകൾ ഉണ്ടായതും ടൂറിസം കേന്ദ്രങ്ങളായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം. ഇന്ത്യയിൽ ഇതിനേക്കാൾ, കേരളത്തിൽ വരുന്നതിനേക്കാൾ ടൂറിസ്റ്റുകൾ വരുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ മദ്യ നിരോധനമാണ്, പക്ഷേ അവിടെ പെർമിറ്റോട് കൂടി മദ്യം കിട്ടും. ഇത്രയും അളവിൽ മദ്യം ഒഴുക്കാതെ അല്ലെങ്കിൽ മദ്യം ഇല്ലാതെ ഗുജറാത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. ടൂറിസ്റ്റുകൾ അവിടെ ഗുജറാത്തിൽ മദ്യമില്ല എന്ന് പറഞ്ഞ് ടൂറിസ്റ്റുകൾ പോകാതിരിക്കുന്നുണ്ടോ? മഹാരാഷ്ട്ര ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ ടൂറിസ്റ്റുകൾ പോകുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ മദ്യം ഇത്രയും ഇല്ല. കുഴപ്പമുണ്ട്. അതായത് ഗുജറാത്തിലും കേരളത്തിലെയും ടൂറിസ്റ്റ് പ്ലേസുകൾ ഓർഡർ ചെയ്തതിനകത്ത് ഗുജറാത്തിനേക്കാൾ കൂടുതൽ, അതായത് സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്, അതായത് സ്പോട്ടുകൾ വ്യത്യാസമുണ്ട്. അവിടെയും കേരളവും തമ്മിൽ കമ്പയർ ചെയ്ത് കേരളത്തിനാണ് വരുമാനം കൂടുതൽ. ഇപ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെയും വരുമാനം ഉണ്ടല്ലോ എന്നുള്ളതാണല്ലോ. അതെ. അവിടെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മദ്യം ലഭിക്കുന്നില്ല എന്നെന്താണ് പറഞ്ഞത്? അല്ല, അവിടെ മദ്യം ലഭിക്കുന്നുണ്ട്. യു പിയിൽ നിർത്തിയതാണ്, ബീഹാറിൽ നിർത്തിയതാണ്, ഗുജറാത്തിൽ നിർത്തിയതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനം യു പിയാണ്. അതെ, അവിടെ നിർത്തിയതാണ്. അവിടുത്തെ വ്യവസായത്തിൽ ഇവര് മദ്യമില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്?
ആ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മദ്യമില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? തെറ്റാണത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് മദ്യപിക്കാൻ, അവിടുത്തെ സ്റ്റേറ്റിലുള്ളവർക്ക് അവരുടെ പൊതുവിടങ്ങളിൽ അതെല്ലാം തടഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെയും നിയന്ത്രിതമായിട്ടാണ് മദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ വഴി മാത്രമല്ലേ ഉള്ളൂ. മാർഷൽ, ഇന്ത്യയിൽ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷനിലുള്ള ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ്. കൊച്ചു കേരളമാണ്. എന്തിനാണ് ഈ ബാർ ഹോട്ടലുകളിൽ താമസിച്ചതുകൊണ്ടോ ഒന്നുമല്ല അവരുടെ വരുമാനം ഉണ്ടാകുന്നത്? അതായത് ചിലപ്പം നമ്മൾ താഴെ പറയുന്ന ഏറ്റവും മോശം ബാർ, ഇടയ്ക്കുള്ള എക്സിക്യൂട്ടീവ് ബാർ, പിന്നെ ഒരു ലോഞ്ച് ബാറും ഉണ്ടാകും ചിലയിടങ്ങൾ. ഈ ബാറുകളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ഹോട്ടലുകൾ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ വില അധികം ഈടാക്കുന്നു. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ വില ഏകീകരണമില്ല, ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെയുള്ളത് 800-850 ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ ഗുണനിലവാരമുള്ള വില കുറഞ്ഞ മദ്യം കിട്ടുന്നത് 300 എണ്ണം. അത് വിവേചനമല്ലേ? മദ്യത്തിനൊന്നും ഗുണമില്ല. മദ്യമെല്ലാം എനിക്ക് യോജിപ്പില്ല. മദ്യപിക്കാതിരിക്കുക, മദ്യവർജനമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന സാധനം. അതായത് ഗുണമുള്ള മദ്യമോ ഗുണമില്ലാത്ത മദ്യമോ എന്നുള്ളതിനകത്ത് ഒരു മദ്യങ്ങളെല്ലാം ശരീരത്തിന് ദോഷമാണ്. മദ്യപിക്കരുത്. മദ്യം എന്ന് പറയുന്നത് ഒരു സർക്കാരും പുറത്തേക്ക്. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാറുകൾ വന്നതുകൊണ്ട് ഇപ്പൊ ക്ലാസിഫിക്കേഷൻ വരുന്നു. ഇപ്പം കൂടുതൽ 5 സ്റ്റാർ വരുന്നതുകൊണ്ട് ആ ബാറുകളിലൂടെ വരുമാനം കൂട്ടുന്നു എന്നുള്ളത് ആര്? ബാർ മുതലാളികൾ ആ വരുമാനം കൂട്ടുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അവിടെ പോയി മദ്യപിക്കാൻ കാശുള്ളവരാണല്ലോ അവിടെ പോകുന്നത്. ബിവറേജുകളിൽ പോയിട്ട് അവർക്ക് മദ്യം 9 മണിക്ക് ശേഷം ഒരാൾക്ക് മദ്യപിക്കണം തോന്നി കഴിഞ്ഞപ്പോൾ ബാറിലേ ഉള്ളൂ. ബിവറേജ് കോർപ്പറേഷന്റെ സമയം ദീർഘിപ്പിക്കണം. അല്ല, അത് സർക്കാരിന് ഓക്കെയാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, അതൊരു അസംഘടിത മേഖലയാണ്. ബാറുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കാര്യത്തൊഴിലെ പോലെ ജോലി ചെയ്യാണ് പലയിടത്തും. പലയിടത്തും 10,000, 11,000, 12,000 രൂപ ബിവറേജസിലേക്ക് വരുമ്പോൾ ആ ജീവനക്കാരുടെ സമയം അധികം നിൽക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് മുതലാളിമാർ നടത്തുന്ന ബാർ ഹോട്ടലുകളുടെ എണ്ണം 900-ഉം അല്ലെങ്കിൽ 890-ഉം സർക്കാർ നേരിട്ട് നടത്തുന്ന ബിവറേജ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ 300-മായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ മദ്യവർജന നയത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റൊരു സ്വകാര്യ മേഖലയാണ്. ആ സ്വകാര്യ മേഖലയെ പൂർണ്ണമായി പിടിക്കാൻ ഒരു LDF സർക്കാരിനെ കൊണ്ട് സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ബാറുകൾ പൂട്ടിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, എന്ത് കാര്യത്തിനായിരുന്നു അത് പൂട്ടിയത്? അത് മുന്നണിക്കകത്തുണ്ടായ പ്രശ്നം. ഞാൻ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തർക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ബാറ് നിർത്തലാക്കിയത് കൊണ്ടോ ബിവറേജിന്റെ എണ്ണം കൂട്ടിയത് കൊണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുമേ നടക്കില്ല. ബിവറേജസിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വാങ്ങിക്കാനുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉള്ള മദ്യത്തിൽ ഗുണനിലവാരം ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി വാങ്ങിക്കാം. മദ്യവർജനത്തിന്റെ കാര്യം എങ്ങനെ മദ്യവർജനം നടപ്പാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ സ്വമേധയാ തീരുമാനിക്കാന്നുള്ളത്. അതിപ്പോൾ ഒരുപാട് ആളുകൾ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് എന്നുള്ളത് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആൾ, കേരളത്തിൽ നല്ല ആഗോള വ്യാപകമായി ഇപ്പോൾ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയതുപോലെ മദ്യം ഉപേക്ഷിക്കുന്ന, സ്വമേധയാ മദ്യം ഉപേക്ഷിക്കുന്ന എത്രയോ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഹെയിൻകെൻ കമ്പനി നോക്കൂ, ആളുകൾ പിരിച്ചുവിടാണ്. ബിയർ കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം, മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകൾ അതിൽ നിന്ന് ഒന്ന് നിർത്തുക, അതല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുക, കുറയ്ക്കുക. ഇത് ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവെയർ ആവുന്നുണ്ട്. അതനുസരിച്ചിട്ട് മദ്യവർജനം എന്നുള്ളത് നോക്കൂ, മദ്യം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ആളിന് മാത്രം വിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മദ്യം എന്ന് പറയുന്നത് നോക്കൂ, ലോകത്തെ ഈ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മാരകമായത് മദ്യമാണ്. കഞ്ചാവ് പോലെയുള്ള അതല്ലെങ്കിൽ അതുപോലെയുള്ള മയക്കുമരുന്നുകളെക്കാൾ ഒരു മനുഷ്യന്റെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യം മദ്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് നമുക്കറിയാം, അത് ചരിത്രാതീത കാലം മുതൽ തന്നെ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. അപ്പോൾ ആരോഗ്യത്തെ കരുതി ആളുകൾ സ്വമേധയെ അതിൽ നിന്ന് ഒഴിവാകുക, ഇങ്ങനെയാണ് വർജനം നടപ്പാക്കുക. അല്ല സർക്കാർ ഇതെല്ലാം പൂട്ടുക, ഇത് വേണ്ട നോക്കുക, കുറയ്ക്കുക, അതൊരു വഴിയല്ല. ആളുകൾ തീരുമാനിക്കുക എന്നുള്ളതാണ് അതിന്റെ മാർഗം. അല്ല, പൂട്ടുക എന്നുള്ളതല്ല, പൂട്ടുന്നതിനല്ല ഞാൻ പറയുന്നത്. ഫുൾ ടൈം 24 മണിക്കൂറും തുറന്നിരിക്കാം. പക്ഷേ അവിടെ വിലയുടെ കാര്യത്തിൽ, ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മദ്യ മുതലാളിമാർക്ക് സർക്കാരിന്റെ നയത്തെയും ഒക്കെ നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്നത്. റേഷൻ അരിയുടെ കാര്യത്തിൽ പോലും ഈ വക ഗുണനിലവാരങ്ങളൊന്നും റേഷൻ കടയിൽ കൊടുക്കുന്ന അരിയുടെ കാര്യത്തിൽ പോലും അല്ലല്ല, ഞാൻ പറയാം. അല്ല, റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരി ഒരു മാസം, ഒരാഴ്ച ഇത്രേ കിട്ടൂ, ഒരു മാസം ഇത്രേ കിട്ടുള്ളൂ, പഞ്ചസാര ഇത്രേ കിട്ടൂ. പക്ഷെ മദ്യത്തിന്റെ കാര്യത്തിൽ അതില്ലല്ലോ.
അല്ല, മദ്യത്തിന് അങ്ങനെ നിയന്ത്രണം വെക്കാൻ പറ്റില്ലല്ലോ. അല്ല, വേണമെന്ന് വിചാരിച്ചാൽ പറ്റും, വേണമെന്ന് വിചാരിച്ചാൽ പറ്റും. മറ്റു രാജ്യങ്ങളിൽ അത്ര നിയന്ത്രണമുള്ള രാജ്യങ്ങളുണ്ട്. ഇതിന്റെ മറ്റു ചില വശങ്ങളാണ്. ഗുണനിലവാരം ഉറപ്പാക്കുക, ഈ തൊഴിലാളികളുടെ പ്രശ്നം, അതൊക്കെ സർക്കാർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രതിപക്ഷത്തിനൂടെ സമ്മതം എന്ത് തെരഞ്ഞെടുപ്പ് വിഷയം? കുറ്റപ്പെടുത്തൽ നടത്തുന്നില്ല. ഇതിനകത്ത് മറ്റേ ചില സാമുദായിക സംഘടനകളും മറ്റുള്ളവരും സമിതി എന്ന് പറയുന്ന സമയം ഞാൻ കണ്ടേക്കുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് കക്ഷികളാണ് ഇവരാണ് ഏറ്റവും വലിയ തട്ടിപ്പ് കക്ഷികൾ. ഇവർ സർക്കാരിനകത്ത് നല്ലൊരു രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന പ്രഷർ ഗ്രൂപ്പ്സ് ആണ് ഇവരെല്ലാവരും. ഇവരെന്ത് ചെയ്യണം? ഇവർ വിചാരിച്ചാൽ പല MLA-മാരെയും തോൽപ്പിക്കാലോ, പല മന്ത്രിസഭയും താഴെയിടാലോ. ഇവർ വന്ന് കടക്കുവോ? ഇവർ ചെയ്യുവോ? ഒന്നുമില്ല. ഇവർ ഒരു സൈഡിലപ്പുറത്തുണ്ടാവും. എന്ത് ഒരു റിലീസ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനല്ല അങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഇവരുടെ തന്നെ ആൾക്കാരാണ് ഇവിടെ ഭൂരിപക്ഷം വരുന്ന മദ്യ മുതലാളിമാർ. അപ്പോൾ അത് ഇരട്ടത്താപ്പാണ് അവർ ചെയ്യുന്നത്. പിന്നീട് രണ്ടാമതൊരു കാര്യമുണ്ട്. ഒരു സർക്കാർ ഒരു മുന്നണി പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി നടത്താൻ വേണ്ടി ശ്രമിക്കും. അത് ചിലത് നടപ്പാകും, ചിലത് നടപ്പാകില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു മദ്യവർജനം ഇവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അവരങ്ങനെ മുന്നോട്ട് വെച്ചു, അവർക്ക് അത് നടപ്പാക്കാൻ പറ്റില്ല. പറയാതിരുന്നാൽ പോലെ മാർഷൽ, ഘട്ടം ഘട്ടമായി മദ്യവർജനം എന്നൊക്കെ പറയാതിരുന്നാൽ പോലെ, അത് ഞങ്ങളുടെ പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതിയല്ലോ.